നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് സിറംസ് പരിചയപ്പെട്ടല്ലോ. നമുക്കറിയാം മാർക്കറ്റിൽ ഡിഫറെന്റ് ടൈപ്പ് സിറംസ് അവൈലബിൾ ആണ്. നമ്മൾ എല്ലാവരും ദിവസേന ഡിഫറെന്റ് പ്രോഡക്റ്റുകൾ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ്. നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ യൂസ് ചെയ്ത് പല പ്രോഡക്റ്റുകളും നമ്മൾ ട്രൈ ചെയ്യും, നമുക്ക് അത് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം എന്തൊക്കെ നല്ല നല്ല ഗുഡ് സിറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, എന്തൊക്കെയാണ് അതിന്റെ പെർസെൻറ്റേജ്, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റുകൾ, കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഓടിച്ചൊരു വീഡിയോ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് വൈറ്റമിൻ സി ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റാണ് വൈറ്റമിൻ സി. മിക്ക ആളുകളും ട്രൈ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റുമാണ് വൈറ്റമിൻ സി. ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. നമുക്ക് പിമ്പിൾസിന്റെ മാർക്ക് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിലും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും സ്കിൻ ലൈറ്റൻ പർപ്പസിനും ഒക്കെയാണ് നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത്. ഈ വൈറ്റമിൻ സി എന്തൊക്കെ പെർസെൻറ്റേജ് ഉണ്ടോയെന്ന് വെച്ചാലും മാർക്കറ്റിൽ 1 to 20% വരെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 10 എബോവ് എന്ന് വെച്ചാൽ നമുക്ക് ഡീപ്പ് പിഗ്മെന്റേഷൻ ഭയങ്കരമായിട്ട് ചില ആളുകൾ കണ്ടിട്ടില്ല, ഈ ഒരു ഏരിയ ഡീപ്പായിട്ട് പിഗ്മെന്റേഷൻ ഉള്ള ചില ആളുകളുണ്ട്. അപ്പം ആ ഡീപ്പ് പിഗ്മെന്റേഷൻ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് 10 to 20% നമുക്ക് കൊടുക്കുന്നുണ്ട്, പ്രശ്നമില്ല. അല്ല, ഈ ബിഗിനേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് അവർക്ക് 1 to 7-8% നിൽക്കാൻ വേണ്ടി നോക്കുക. ആ ഒരു പെർസെൻറ്റേജ് നമുക്ക് സേഫ് ആയിരിക്കും. പിന്നെ വൈറ്റമിൻ സി മിക്ക ബ്രാൻഡുകളും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പം നിങ്ങൾ ഡേ ടൈമിൽ നിങ്ങൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സൺബ്ലോക്ക് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. എന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി ഞാൻ മാക്സിമം എൻ്റെ ഫുൾ കസ്റ്റമേഴ്സിന് ഞാൻ നൈറ്റ് മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യാറുള്ളൂ. നൈറ്റിൽ ഓൾ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 വീക്ക്, ഒരു 3 വീക്ക് വരെ മാക്സിമം നമുക്ക് അപ്ലൈ ചെയ്യാം. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അത് ഡിപ്പെൻഡിങ് ഓൺ ദി സ്കിൻ. ചില ആളുകളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവും. അല്ലാതെ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലോ കിട്ടാൻ ആ ഒരു പർപ്പസ് ആണെങ്കിൽ നമുക്കൊരു 2-3 വീക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് വേറെ ഏതെങ്കിലും സിറംസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ചില ആളുകളിലെങ്കിലും ഈ ഹയർ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചില ആളുകളിൽ റെഡിഷ് ആവും, സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും, അതേപോലെ തന്നെ പിമ്പിൾസ് വരാനുള്ള ചാൻസും ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് വൈറ്റമിൻ സിയിലുള്ളത്. പിന്നെ രണ്ടാമത്തെ സിറം എന്ന് പറയാൻ ഞാൻ ഹൈലറോണിക് ആസിഡ് ആണ്. ഹൈലറോണിക് ആസിഡ് നമുക്കറിയാം, ഹൈലറോണിക് ആസിഡ് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ അണ്ടർ ദി സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. പക്ഷെ അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടല്ല, നമുക്കൊരു ഒരു പ്ലംബിങ് എഫക്റ്റ് എന്ന് പറയത്തില്ല. എന്ന് വെച്ചാൽ വെള്ളം കൊടുക്കുന്ന ഒരു കറക്റ്റ് റിസൾട്ട് ആയിരിക്കും ഈ ഹൈലറോണിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്ന കിട്ടുന്നത്. അതൊരു ലോങ് ലാസ്റ്റിംഗ് അല്ല, എന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്നു ആ സമയത്ത് മാത്രം ഒരു നല്ലൊരു ഹൈഡ്രേഷൻ. അത് നമുക്ക് എത്ര നാൾ വേണോ ഹൈലറോണിക് ആസിഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. മാക്സിമം നല്ല ബ്രാൻഡുകൾ ചൂസ് ചെയ്യാൻ നോക്കുക. ലോ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഹൈലറോണിക് ആസിഡ് ആണ് എപ്പോഴും നമുക്ക് സ്കിന്നിന് അബ്സോർഷൻ കൂടുതലായിട്ട് കിട്ടുന്നത്. മൂന്നാമത്തത് ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് റെറ്റിനോൾ. നമുക്കറിയാം ഒട്ടുമിക്ക ആളുകളും റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഒരു ഫസ്റ്റ് അവരുടെ ചോയ്സ് എന്ന് വേണം പറയാൻ. ഒരു 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റെറ്റിനോൾ തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. റെറ്റിനോളിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ലൈൻസ്, ഒരു 35 കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ബോഡിയിലെ കൊളാജൻ ബ്രേക്കപ്പ് ആവുമ്പോഴത്തേക്കാണ് ഈ ലൈൻസ് ആൻഡ് റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ റെറ്റിനോള് ആ ലൈൻസ് ആൻഡ് റിങ്കിൾസ് റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് റെറ്റിനോൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ റെറ്റിനോളും ഇതേപോലെയാണ്, നൈറ്റ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. ചില ആളുകളിലെങ്കിലും റെറ്റിനോൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്കിന്ന് ഡ്രൈ ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റെറ്റിനോൾ യൂസ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒക്കുമെങ്കിൽ നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോർണിംഗിൽ സൺബ്ലോക്ക് ഒരു കാരണവശാലും റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ആളുകൾ മിസ് ചെയ്യരുത്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു റെറ്റിനോൾ, ഞാനൊരു പ്ലാന്റ് ബേസ്ഡ് റെറ്റിനോളാണ് യൂസ് ചെയ്യുന്നത്. റെറ്റിനോളിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് റെറ്റിനോൾ നമുക്ക് നന്നായിട്ട് പോർസ് ഒക്കെ ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാൻ, അതേപോലെ തന്നെ നല്ലൊരു ആന്റി ഏജിങ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള കൊളാജനെ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ റെറ്റിനോൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം പക്ഷേ അതൊരു ഒരു ബിലോ 30 ഉള്ള ആളുകൾ മാക്സിമം യൂസ് ചെയ്യേണ്ട. 35 എബോവ് ഉള്ള ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സിറം എന്ന് വേണം റെറ്റിനോൾ പറയാൻ. അപ്പം നിങ്ങളുടെ സ്കിന്നിന് ചൂസ് ആവുന്ന ഏത് ബ്രാൻഡാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എല്ലാ ബ്രാൻഡും എല്ലാവർക്കും യൂസ് ആവണം എന്നില്ല കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നിയാസിനമൈഡ് ആണ്. നിയാസിനമൈഡ് നമുക്കറിയാം മാർക്കറ്റിൽ 1 to 10% വരെയുള്ള കോൺസെൻട്രേഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിയാസിനമൈഡ് ഇതേപോലെ തന്നെ ഈ വൈറ്റമിൻ സിയുടെ മറ്റൊരു റിസൾട്ട് ആണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷൻ ആണെങ്കിലും നല്ലൊരു ഗ്ലോയിങ് റിസൾട്ട് കിട്ടാനാണെങ്കിലും നമുക്ക് ഒരു പിഗ്മെന്റേഷൻ മാർക്കൊക്കെ ലൈറ്റ് ചെയ്ത്
സ്കിന്നിന് നല്ലൊരു റിസൾട്ട് നിയാസിനമൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ്. നമുക്കറിയാം സാലിസിലിക് ആസിഡ് മിക്ക ആളുകളും ആക്നെ കണ്ടീഷനിലാണ് കൂടുതലായിട്ട് നമ്മൾ സാലിസിലിക് ആസിഡ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം സാലിസിലിക് ആസിഡ് അപ്ലൈ ചെയ്യുമ്പോൾ ചില ആളുകളിലെങ്കിൽ അതൊരു ബോണിംഗ് സെൻസേഷനായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ആക്നെ ഉള്ളവർക്ക് സാലിസിലിക് ആസിഡ് അതേപോലെ തന്നെ സിങ്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്രീം കണ്ടിന്യൂസ് സിറം ആണെങ്കിലും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആക്നെ അവർക്ക് കൺട്രോൾ ചെയ്യാനും ആക്നെ മാർക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സാലിസിലിക് ആസിഡ് നന്നായിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യും. ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് നമുക്കറിയാം ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇപ്പം കൈമുട്ട് അല്ലെങ്കിൽ കാലുമുട്ട് ഒക്കെ പിഗ്മെന്റേഷൻ മാർക്കൊക്കെ ആണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ മെയിൻ ആക്ഷൻ എന്ന് വെച്ചാൽ മൈക്രോ പീലിംഗ് ആണ്. നമ്മൾ പോലും അറിയില്ല, പക്ഷെ ആ ഡാമേജ് സ്കിന്ന് അത് പൊക്കോളും, പോയിട്ട് അത് റീജനറേറ്റ് ചെയ്ത് വരുവാണ് ഗ്ലൈക്കോളിക് ആസിഡ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഗ്ലൈക്കോളിക് ആസിഡ് പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിലും ഈ നയാസിനമൈഡ് ഗ്ലൈക്കോളിക് ആസിഡ് കോമ്പിനേഷൻ അല്ലെങ്കിൽ വൈറ്റമിൻ സി നയാസിനമൈഡ് കോമ്പിനേഷൻ പ്ലസ് ഗ്ലൈക്കോളിക് ആസിഡ് കോമ്പിനേഷൻ എടുക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല ഡീപ്പ് പിഗ്മെന്റേഷൻ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ്. പിന്നെ മാർക്കറ്റിലുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് കൊളാജൻ സീറം എന്ന് പറയുന്നത്. ഈ കൊളാജൻ നമുക്കറിയാം, നമുക്ക് ഈവൻ കുഞ്ഞുങ്ങളിലായാലും നിറച്ച് കൊളാജനാണ്. അത് കാരണം അവർ നല്ല ചപ്പിയായിട്ടിരിക്കും. നമുക്കൊരു ഏജ് കഴിയുമ്പം നമ്മുടെ ബോഡിയിലുള്ള കൊളാജനും ആ ബോഡിയുടെ പ്രൊഡക്ഷനും ഒക്കെ സ്റ്റോപ്പ് ആകുമ്പോഴാണ് നമുക്ക് ഈ സ്കിന്നിൽ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു ചപ്പി റിസൾട്ട് കിട്ടാനാണ് നമ്മൾ ഈ കൊളാജൻ്റെ സിറം ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് കൊക്യു എന്ന് പറഞ്ഞ സിറം വരുന്നുണ്ട്. കൊക്യു അതേപോലെ തന്നെ ഈ പ്രത്യേകിച്ച് നമുക്ക് ആക്നെ വന്നിട്ട് ആ മാർക്ക് വന്നവർക്കൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് കൊക്യുവിൻ്റെ സിറം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെപ്റ്റൈഡ് സിറം അതേപോലെ ഡിഫറെൻറ്റ് സിറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ബിഗിനേഴ്സ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോർമൽ പെർസെൻറ്റേജ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ എല്ലാ ബ്രാൻഡും ഇപ്പം എനിക്കിപ്പം സ്പെസിഫൈ ചെയ്ത് ഈ ഒരു ബ്രാൻഡ് നല്ലതല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് നല്ല ബ്രാൻഡ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇപ്പം ഈ ബ്രാൻഡ് നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ നാട്ടിൽ നമ്മൾ മിക്ക ആളുകളും നമ്മൾ ഓൺലൈനിലൂടെ ആയിരിക്കും നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുന്നത്. അപ്പം ഞാനും ഓൺലൈനിലൂടെ വാങ്ങിയിട്ടുള്ള കുറേ പ്രോഡക്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം പ്രോഡക്റ്റ് നല്ലതായിരിക്കാം, പക്ഷേ അതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ, ആ സ്റ്റോറേജ് വൈറ്റമിൻ അല്ലെങ്കിൽ ഏത് സിറത്തിൻ്റെ ആയാലും സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഓൺലൈൻ വഴി വാങ്ങുന്നു, അത് നമ്മുടെ ഡ്രൈവർമാർ പിക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഒക്കെ മാറിയിട്ടായിരിക്കും നമ്മുടെ കൈകളിൽ എത്തുന്നത്. അപ്പം നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ കുറേ റിവ്യൂ കണ്ട് വാങ്ങിയ ആളുകളായിരിക്കാം, പക്ഷെ നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടില്ല. അതിൻ്റെയൊക്കെ കാര്യം അതിൻ്റെ പ്രോപ്പർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ്. അപ്പം ഈവൻ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയാലും മാക്സിമം നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവരതിൻ്റെ ആ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്ന് വെച്ചാൽ ആ കോസ്മെറ്റിക് ഷോപ്പില്ലേ അവിടെ പോയിട്ട് മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കാം, ബാക്കി ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കാം, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടും. അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഒരു ലോറിയലിൻ്റെ ഒരു സിറം, ഈ സെയിം വൈറ്റമിൻ സി ഗ്ലൈക്കോളിക് ആസിഡ് ഹൈലൂറോണിക് ആസിഡ് കോമ്പിനേഷൻ്റെ ഒരു സിറം ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ഈ പ്രാവശ്യം ഞാനത് ഓൺലൈനിലൂടെയാണ് വാങ്ങിയത്. അത് യൂസ് ചെയ്തപ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് അലർജി ആവുകയാണ്. എന്ന് വെച്ചാൽ ഒരുമാതിരി ഇങ്ങനെ തടിച്ചു പൊങ്ങുന്ന ഒരു കണ്ടീഷനാണ്. അങ്ങനെ ഞാനത് ത്രോ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് പല ആളുകളിലും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പല പ്രോഡക്റ്റുകൾ വാങ്ങുന്നത്, പക്ഷേ ഇതിൻ്റെ പ്രോപ്പർ ടെമ്പറേച്ചർ അല്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നത്. അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം നിങ്ങളൊരു ഗ്ലോയി സ്കിന്നാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി നയാസിനമൈഡ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് കോമ്പിനേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല നിങ്ങളൊരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ള സിറമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം. അല്ല നിങ്ങൾ ആക്നിക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.